രാജരാജ ചോളൻ ഒന്നാമൻ രാജ്യതലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥാപിച്ച പെരിയ കോവിൽ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ ആണ് രാജരാജേശ്വര ക്ഷേത്രം. രാജരാജ ചോളൻ്റെ ഇഷ്ടദൈവമായ ശിവഭഗവാന്റെ ക്ഷേത്രമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ കവാടമായ മറാത്ത രാജാവായ സർഫോജി രണ്ടാമൻ പണിതീർത്ത കവാടം. താരതമ്യേന കൊത്തുപണികൾ കുറവാണെങ്കിലും 1735 പണിത ഈ കവാടത്തിൽ മറാത്ത രീതിയിലുള്ള നിർമ്മാണ വൈദഗ്ധ്യം കാണാം. രണ്ടാമത്തെ കവാടമാണ് കേരളാന്തകൻ തിരുവാസിൽ. ചേര രാജാവായ ഭാസ്കര രവിവർമ്മയെ രാജരാജ ചോളൻ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണിത് പണിതുയർത്തിയത്. ഇവിടെ ക്ഷേത്രത്തിനെക്കുറിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിശദാംശങ്ങൾ നൽകിയത് കാണാവുന്നതാണ്. ആയിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിലും സന്ദർശകർക്ക് പൂജാവിധികൾ നിർവഹിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. അതിനുള്ളൊരു കൗണ്ടർ ഇവിടെ ഒരുക്കിയത് കാണാം. മുന്നോട്ട് കടന്നു ചെല്ലുമ്പോൾ വലതുവശത്തായി പാദരക്ഷകൾ സൂക്ഷിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ സുവനീർ സ്റ്റാളുകളും കാണാവുന്നതാണ്. തുടർന്ന് മുന്നോട്ടുള്ള പാതയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ മനോഹരമായൊരു ഉദ്യാനം നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മൂന്നാമത്തെ കവാടമാണ് രാജരാജൻ തിരുവാസൽ കവാടം. പ്രതാപിയായ ശ്രീ രാജരാജ ചോളനെ ഓർമ്മിപ്പിക്കുവാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങളിലും രാജ്യം വെട്ടിപ്പിടിക്കുന്നതിലും സൈനിക ശക്തിയിലും മുന്നേറിയ രാജരാജ ചോളൻ തൻ്റെ യശസ്സ് എക്കാലവും നിലനിർത്താനായിരിക്കും കല്ലുകൾ കൊണ്ടും ശില്പഭംഗി കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഈ സൃഷ്ടിക്ക് മുതിർന്നത്. നന്ദി മണ്ഡപവും നന്ദി വിഗ്രഹവുമാണ് ഇപ്പോൾ കാണുന്നത്. ചുറ്റും കൽത്തൂണുകളിൽ താങ്ങിയ രീതിയിൽ കോറിഡോർ കാണാവുന്നതാണ്. ഇതിൽ പഴയ കാലത്ത് വരച്ച ചുമർ ചിത്രങ്ങളും നൂറുകണക്കിന് ശിവലിംഗങ്ങളും കാണാം. ക്ഷേത്രത്തിനെക്കുറിച്ചും നിർമ്മാതാവായ രാജരാജ ചോളനെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്ന സംസ്കൃതത്തിലും തമിഴിലുമുള്ള ധാരാളം ശിലാലിഖിതങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. 1003 മുതൽ 1010 വരെ 7 വർഷമെടുത്താണ് ക്ഷേത്രം നിർമ്മിച്ചത്. കുഞ്ചറമല്ലനായിരുന്നു പ്രധാന ശില്പി. 1,30,000 ടൺ കരിങ്കല്ല് ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. 216 മീറ്ററിലധികം ഉയരമുള്ള ഈ ക്ഷേത്രഗോപുരം 14 നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. 80 ടൺ വരുന്ന താഴേക്കുടം വിസ്മയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരനായ നന്ദിയുടെ ശില്പഭംഗി എടുത്തു പറയേണ്ടത് തന്നെ. 2 മീറ്ററിലധികം ഉയരവും 25 ടൺ ഭാരവുമുള്ള നന്ദി വിഗ്രഹം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹമാണെന്ന് പറയാം. കരിങ്കൽ പാളികളും തൂണും ചേർന്ന നന്ദി വിഗ്രഹത്തിൻ്റെ മേൽഭാഗം
ചിത്രപ്പണികളാൽ മനോഹരമാണ്. മധുരൈ നായക കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു. നന്ദിയുടെയും ക്ഷേത്രത്തിൻ്റെ മുന്നിലായി കൊടിമരം മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. രാജരാജ ചോളൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ചെറിയ നന്ദി വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. കോമ്പൗണ്ടിനുള്ളിൽ പാർവതി, ഗണപതി, സഭാപതി, ദക്ഷിണാമൂർത്തി, ചണ്ഡികേശ്വര, വരാഹി ക്ഷേത്രങ്ങൾ കാണാം. ഇവിടെ കൊത്തുപണികൾ നോക്കിക്കൊണ്ടും ചുറ്റുപാടുകൾ കൃത്യമായി വീക്ഷിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും നടക്കുമ്പോൾ ഇവിടെ സമയം പോകുന്നത് അറിയുകയില്ല. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുതിരയുടെ ശരീരത്തിലെ ഓരോ പ്രത്യേക ഭാഗത്തെയും എന്തുമാത്രം കൃത്യതയോടെ ആണ് അവർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടു നോക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മനോഹരമായി പരിപാലിച്ച ഈ ക്ഷേത്ര മുറ്റത്തിലൂടെ നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ നമ്മൾ പുറകോട്ട് പോകും. ഒരു കാലത്ത് ഗായകരും നർത്തകരും ഭരണാധിപന്മാരും പിച്ചവെച്ച ആ മഹാക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. രാജ്യവിസ്തൃതിയിലും സമ്പത്തിലും ക്ഷേമപ്രവർത്തനത്തിലും അഭിവൃദ്ധിപ്പെട്ട ചോള സാമ്രാജ്യത്തിൻ്റെ യശസ്സ് എക്കാലവും നിലനിർത്താനായിരിക്കും ഇത്തരമൊരു മഹാക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് പുറകിലെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ക്ഷേത്രം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, രാജരാജ ചോളൻ ഒന്നാമൻ അതിൽ വിജയിച്ചിരിക്കുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ ബൃഹദീശ്വര ക്ഷേത്രം ഇന്ന് സന്ദർശകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നത് ഈ ക്ഷേത്രം കാണാനാണ്. ഉയർന്ന ക്ഷേത്രഗോപുരം, ഒറ്റക്കൽ താഴികക്കുടം, 9 മീറ്ററോളം ഉയരമുള്ള ശിവലിംഗം, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹം, പൂർണ്ണമായും കരിങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണം എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്കർഹമായിട്ടുള്ള ഈ പെരിയ കോവിൽ കണ്ട് ആണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു മഹാനിർമ്മിതി തന്നെയാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം. തഞ്ചാവൂർ സന്ദർശിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും അലട്ടിയ പ്രശ്നം കോഴിക്കോട് നിന്ന് നേരിട്ട് ട്രെയിൻ സർവീസുകളും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ട്രെയിനുകൾ മിക്കവയും തൃശ്ശിനാപ്പള്ളിയിൽ വരെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് മറ്റൊരു ട്രെയിൻ മാർഗം
തഞ്ചാവൂരിലെത്താം. അല്ലെങ്കിൽ ട്രെയിനുകൾ കോയമ്പത്തൂർ എത്തുകയും അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ തഞ്ചാവൂരിലെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഞാൻ സ്വീകരിച്ചത് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് കോയമ്പത്തൂർ എത്തുകയും അവിടെ നിന്ന് ചെമ്മൊഴി എക്സ്പ്രസ്സിന് അതിരാവിലെ തഞ്ചാവൂരിലെത്തുകയും ചെയ്തു. തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ തഞ്ചാവൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലും. തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ആ അത്ഭുത നിർമ്മിതിയെ ഒന്നുകൂടി നോക്കി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോള രാജാക്കന്മാർ നിർമ്മിക്കുകയും തലമുറകളെ സ്വാധീനിക്കുകയും ചെയ്ത ആ മഹാക്ഷേത്രം, അതിനോട് ആ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളും അതിലെ കലാസബരിയും അത് ഉൾപ്പെടുന്ന ചരിത്ര ഭാഗങ്ങളുമെല്ലാം തലമുറകൾക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒരു വിശ്വസ്തംഭമായി എന്നും നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പുറം രാജ്യങ്ങളിലും മറ്റും പോയി കൂടുതൽ പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ പ്രാചീന ഭാരതത്തിൻ്റെ ഇത്തരം ചരിത്ര നിർമ്മിതികൾ കൂടി കാണുവാനും പഠിക്കുവാനും കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.